മറ്റൊരാൾ ചെയ്യുന്ന തിന്മയുടെ പേരിൽ നാം സങ്കടപ്പെടേണ്ടതുണ്ട്. ചിലരൊക്കെ അങ്ങനെയാണ്. മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. സ്വന്തം മാതാവ് എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുത്തിട്ടും തിരിച്ച് അതൊന്നും അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്നു. പലപ്പോഴും സ്നേഹം നൽകുന്നതിന് പകരം കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും മാത്രം നൽകുന്നു. അങ്ങനെ ഒരു മാതാവിനെ കുറിച്ച് പരാതി പറയുന്ന ആളോട് തിരിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളതിനതിന് സങ്കടപ്പെടണം? നിങ്ങൾ എന്തിനു സങ്കടപ്പെടണം? അദ്ദേഹം ചോദിക്കുന്നു, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? സ്വന്തം മാതാവല്ലേ. ആ മാതാവ് ഒരു സ്നേഹം കാണിക്കാതിരുന്നാൽ സങ്കടം വരില്ലേ? ശരിയാണ്, സങ്കടം വരാം. പക്ഷെ ആ സങ്കടം നിങ്ങൾക്ക് എളുപ്പം ഇല്ലാതാക്കിക്കൂടെ? എങ്ങനെ? എനിക്ക് എൻ്റെ മാതാവ് ഇങ്ങനെയാകണമെന്ന കണ്ടീഷൻ, എൻ്റെ മറ്റാരെങ്കിലും ഇങ്ങനെയൊക്കെ ആകണം എന്ന കണ്ടീഷൻ, അത് മാറ്റിവെച്ചൂടെ? ഞാൻ മറ്റൊരാൾക്ക് എല്ലാം ചെയ്യും. എന്തിന്? മറ്റുള്ളവരെ മാതാവിനെ സഹായിക്കുന്നു, മറ്റുള്ളവരെ അഥവാ മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, സഹോദരനെ, സഹോദരിയെ, ആരെ അവരെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ എൻ്റെ സുഖത്തിന്, എൻ്റെ സന്തോഷത്തിന്, ഇസ്ലാമിക് കൺസെപ്റ്റിൽ എനിക്ക് പ്രതിഫലം കിട്ടാൻ, ഞാൻ നല്ലവനാകാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. എങ്കിലത് ചെയ്താൽ പോരെ? അത് ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തിയായി. അത് ചെയ്തതിൻ്റെ പേരിൽ, നാം ഈ ഉപകാരങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ തിരിച്ച് മറ്റുള്ളവർ അതിനനുസരിച്ചത് ഉൾക്കൊള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം ഉപദ്രവിക്കുന്നു. അതിന് ഞാൻ സങ്കടപ്പെടേണ്ടതുണ്ടോ? ഞാൻ വിഷമിക്കേണ്ടതുണ്ടോ? ഇല്ല. മറ്റൊരാൾ ചെയ്യുന്ന തിന്മയുടെ പേരിൽ ഞാനാണോ സങ്കടപ്പെടേണ്ടത്? അല്ല. ഞാൻ തിരിച്ച് നന്മ ചെയ്തുകൊണ്ടിരിക്കാം. ഈ നന്മയുടെ പേരിൽ സന്തോഷിക്കുക. ഇസ്ലാമിക് കൺസെപ്റ്റിൽ കാണാം, പരിശുദ്ധ ഖുർആനിന്റെ വാചകവും കൂടിയാണ്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നമാ നുത്ഇമുക്കും. നമ്മൾ ഭക്ഷണം അതെല്ലാം ഹുബ്ബിന്റെ പേരിലാണ്, എൻ്റെ ഇഷ്ടം. അതേസമയത്ത് അതിന് പകരം ഞാൻ അതൊരു ശുക്ർ പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്ദി എനിക്ക് ആവശ്യമില്ല. നന്ദി ചെയ്താൽ അവർക്ക് അതൊരു നന്മയാണ്, അവർ ചെയ്യുന്നൊരു നന്മയാണ്, സന്തോഷം. അതേസമയം അവർ നന്ദികേട് കാണിക്കുന്നു, എനിക്കതിൽ ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. നന്ദികേട് ചെയ്യുമ്പോൾ അത് അവരവരുടെ വിഹിതം അവരവർ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കാതെ വീണ്ടും 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 നാം നമുക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാൻ, മറ്റുള്ളവർ എന്നോട് ഇങ്ങനെയായിരിക്കണമെന്ന കണ്ടീഷൻ ഒഴിവാക്കുക. ഓരോരുത്തരും അവരവരുടെ മാപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരും അവരവരുടേതായ കാഴ്ചപ്പാടനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു മാപ്പാണ്. മാപ്പ് ഭൂമിയല്ല. മാപ്പ് ഭൂമിയെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയായി ഉപകാരപ്പെട്ടേക്കാം. മാപ്പ് ഒരിക്കലും ഭൂമിയല്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നാം